അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ ഡ്രസ് കളക്ഷൻസ് ആണ്. അപ്പോൾ ഞാൻ ഒട്ടും താമസിക്കുന്നില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എവിടെ നിന്നാണ് ഡ്രസ്സൊക്കെ വാങ്ങാറ്, എന്തൊക്കെ ട്വിസ്റ്റുകളോട് കൂടിയാണ് ഞാൻ ഡ്രസ്സ് വാങ്ങാറ് എന്നൊക്കെ നമുക്ക് കാണാം. അപ്പം വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇന്ന് എൻ്റെ വാപ്ഷിയുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് 23 മെയ് ആണ്. അപ്പോൾ വാപ്ഷിക്ക് എല്ലാവരും ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് പറയണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഇവിടെ കുറേ ഡ്രസ്സസ് ഒക്കെ കാണാമായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് ടോപ്സിൻ്റെ സെക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യമായിട്ട് ഞാൻ എടുക്കാം, ഇതിനി തിരിക്കുകയൊക്കെ വേണം. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ ടോപ്പാണ്. ഈ ടോപ്പ് നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഇത് ഞാൻ 7th വെച്ചെങ്ങാണ്ട് വാങ്ങിയൊരു ടോപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫ്രണ്ട്, കിറ്റി ഉള്ളത് ഫ്രണ്ട്, ബാക്കിലേക്ക് ഇങ്ങനെ ഇത്രയും ഭാഗം ഇങ്ങനെ ബാക്കിലേക്ക് കുറച്ച് കിടക്കും. ബാക്കും ഫ്രണ്ടും ഒക്കെ ഫുൾ ട്രാൻസ്പെറൻ്റ് ആണ്. ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് ബെനിയനോട് ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഒന്നിച്ചാണ് വന്നത്. മറ്റേ ടാങ്ക് ടോപ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു വൈറ്റ് ബെനിയനോട് ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ ഇല്ല കേട്ടോ. അത് ഇട്ടിട്ട് കുറേ കഴിഞ്ഞ് പോയി. ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും കട്ടിയുള്ള ഇന്നേഴ്സ് ഇടണം, അല്ലെങ്കിൽ നിഴലടിക്കും. അതുപോലെ ഒരു ക്ലോത്താണിത്. ഇവിടെ ഫുള്ള് ഈ കാണുന്നത് ഡിസൈനൊന്നുമല്ല, ഇവിടെ ഒറിജിനലായിട്ട് ഹോൾസ് ഉള്ളതാണ്. കണ്ടോ, ഒറിജിനലായിട്ട് ഇങ്ങനെ ഹോൾസ് ഉള്ളതാണ്. വേഗം കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇങ്ങനത്തെ ഒരു ഡിസൈനാണ്. അപ്പോൾ എനിക്ക് ഈ ടോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ടോപ്പ്. ഇത് എനിക്ക് മടക്കി കയറ്റി വരും. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ എല്ലാം തന്നെ ഒരുമാതിരി ഇങ്ങനെ തിരിച്ചെടുക്കേണ്ട അവസ്ഥ വന്നല്ലോ. ഇത് എൻ്റെ ടോപ്പല്ല, ഇത് എൻ്റെ അനിയൻ്റെ ആണ്. അനിയൻ്റെ കൂടി എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. കൂടി പറയത്തില്ല, സ്വെറ്റ് ഷർട്ട് ടൈപ്പാണ്. ഇത് അവൻ അവിടെ നിന്ന് എടുത്തതെന്നൊന്നും എനിക്കറിയില്ല. അവന് ബോയ്സ് അല്ലേ, വേഗം വലുതാവത്തില്ല ഒരു പ്രായമാകുമ്പോൾ. അവൻ വലുതായപ്പോൾ അവനിത് ചെറുതായി. സോ ഇത് എനിക്ക് അവൻ തന്നു. ഇതിടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു അടിപൊളിയാന്നുള്ള സെറ്റ്, കാണാനൊരു നല്ല ഭംഗിയൊക്കെ തോന്നി, എനിക്ക് തന്നെ എന്നോട് തോന്നാറുണ്ട്. അപ്പം ഇതാണ് ഒരെണ്ണം. അതിനിവിടെ സിബൊക്കെ ഉണ്ട്, ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. ഇവിടെ പൈസയൊക്കെ ഇട്ടേക്കാം, നമുക്ക് നോട്ടൊക്കെ ഇടാം. പിന്നെ അതാ ഇവിടെ ഒരു ചെറിയ പോക്കറ്റ് പോലെ ഉണ്ട്. ഇതാണ് അപ്പോൾ സെക്കൻഡ് വൺ. ദെൻ തേർഡ് വൺ ഓൾസോ ഒരു ഹുഡിയാണിത്. ഇത് എൻ്റെ കേട്ടോ. ഇത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങി? ഈ ഹുഡി ഞാൻ എവിടെ നിന്നായിരുന്നു വാങ്ങി? ഈ ഹുഡി ഞാൻ വാങ്ങിയത് നമ്മുടെ ഇവിടെ ഒരു ഷോപ്പുണ്ട് തൊടുപുഴയിൽ, മഹാറാണി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ പോയതാണ്, ഉമ്മച്ചിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. അപ്പോൾ അവിടെ പോയി, നമ്മൾ ഗേൾസ് ആണല്ലോ പൊതുവേ പോകുമ്പോൾ, ഉമ്മച്ചിയുടെ കൂടെ പോകുമ്പോഴാണെങ്കിലും ഗേൾസ് സെക്ഷനിൽ പോയി നമ്മൾ നോക്കൂല്ലോ. ഗേൾസ് സെക്ഷനിൽ പോയത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചിക്ക് ഷോൾ വേണമായിരുന്നു. ഷോൾ എങ്ങാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഗേൾസ് സെക്ഷനിൽ പോയപ്പോൾ അവിടെയാണ് ഈ ഡ്രസ്സസൊക്കെ തൂങ്ങിക്കിടക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഇതുണ്ട്, വേറെ 2 ടോപ്പ് അങ്ങാണ്ടുണ്ടായിരുന്നു. ഞാൻ ആ ടൈമിൽ എടുത്തതാണ് ഈ ഹുഡി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ്. ഇത് ഒരു ക്രോപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നല്ല ഇറക്കം ഉണ്ടെന്നും പറയാൻ പറ്റില്ല. ഏകദേശം ഈ ഒരു ഭാഗമായിട്ട് നിൽക്കും, അത്രേ ഉള്ളൂ. ഇതെനിക്കിഷ്ടമാണ്. തൊപ്പിയൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് ഇതിടുമ്പോഴും. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇത് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ഇടാറൊന്നുമില്ല കേട്ടോ. ഇതെനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയൊരു ഷർട്ടാണ്, അനിയൻ്റെ ഷർട്ടാണ്. അനിയൻ്റെ ആണോ ഇക്കാടെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് കിട്ടി ഒരു ഷർട്ട്. ഇത് ഞാൻ പുറത്ത് പോകുമ്പോൾ ഇട്ടിട്ടില്ല, ഇത് മാക്സ് ചെയ്തെടുത്ത. അപ്പോൾ ഇത് അനിയൻ്റെ ഷർട്ടാണ്. ഇത് എടുത്തിട്ട് ഒത്തിരി ആയില്ല, 1 വർഷം പോലും ആയിട്ടില്ല. അവന് ചെറുതായിപ്പോയി എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് തന്നത്. ഇത് എനിക്ക് ഭയങ്കര വലുതാണ്. ഇതൊന്ന് എന്തെങ്കിലും നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ക്രോപ്പ് ടോപ്പൊക്കെ ഇടുകയാണെങ്കിലോ അല്ലെങ്കിൽ കൈയില്ലാത്ത ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്കത് ഷ്രഗ് പോലെ യൂസ് ചെയ്യാം. അതിൻ്റെ DIY ഒക്കെ അറിയാം എനിക്ക്, അപ്പം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്നതാണ് അത്. പിന്നെ ഒരു ഷർട്ട് വന്നിട്ട് ഇതാണ്. ഇത് ഞാൻ മാക്സിൽ പോയി എടുത്താണ്. 1 വർഷമായി. കഴിഞ്ഞ വർഷം സ്കൂൾ ഓപ്പണിങ്ങിനോ 10th ഞാൻ പഠിക്കുമ്പോൾ എടുത്ത ഒരു ഷർട്ടാണ്. ഇതും കുറച്ച് എനിക്ക് വലുതാണ്. ഇതിൻ്റെ സ്മോൾ സൈസ് മതി എനിക്ക്, പക്ഷെ കുറച്ചൊരു വലുതാണ്. അപ്പം ഈ ഡ്രസ്സിൻ്റെ ആരാണ് പറഞ്ഞു തരുന്നത്? അപ്പോൾ വേഗം ഒന്ന് റിംഗ് ലൈറ്റ് ഓഫായി പോയി. റിംഗ് ലൈറ്റ് കുത്തുന്ന USB പോലത്തെ സാധനമില്ല, അത് നന്നായിട്ട് ചൂടായിരുന്നു, അതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല, സെറ്റാക്കിയിട്ടില്ല. അപ്പം ഈ ഷർട്ട് എനിക്ക് കുറച്ച് വലുതാണ്. ഞാൻ മാക്സിൽ പോയി 10th പഠിക്കുമ്പോൾ എടുത്താണ്. ഇപ്പോഴും വലുതായിട്ട് വ്യത്യാസം. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ കുർത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കുഞ്ഞോളെ ഒരു ബ്ലഡ് പ്രാങ്ക് ചെയ്തപ്പം
ഈ കുർത്തിയാണ് ഇട്ടത്. അപ്പോൾ ഇത് വന്നിട്ട് ഇതിനൊരു ട്വിസ്റ്റ് ഉണ്ട് ഈ കുർത്തിക്ക്. ഈ കുർത്തിയുടെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളായുള്ളൂ, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകും. ഞാൻ, ഇക്ക, അനിയൻ, വാപ്ഷി, ഉമ്മച്ചി, പിന്നെ കസിൻസും പിന്നെ കുഞ്ഞോളുടെ വീട്ടിലും കുഞ്ഞോക്കും അപ്പനൂനും ഒക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് പോയത്. വേറെ കസിനും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് എറണാകുളത്ത് ചൈത്രം എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. എറണാകുളത്ത് ഒത്തിരി പോണ്ട, എന്നാൽ എറണാകുളം കറക്റ്റ് ടച്ച് ചെയ്യുമ്പം മറ്റേ നമ്മുടെ ഹിൽ പാലസ് ഒക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ചൈത്രം എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ നമുക്ക് ഫസ്റ്റ് കോപ്പി സെക്കൻഡ് കോപ്പി ബ്രാൻഡുകളൊക്കെ കിട്ടും. അങ്ങനത്തെ ഒരു ഷോപ്പാണ്. നല്ല റേറ്റ് കുറവിൻ്റെ ബ്രാൻഡുകളൊക്കെ കിട്ടും. അപ്പം ഞങ്ങൾ അവിടെ ഇടയ്ക്കൊക്കെ പോയി എടുക്കാറുള്ളതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പെരുന്നാളിനാണോ എപ്പോഴും ഡ്രസ്സ് വേണ്ട ഒരു ടൈമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് പോയി എടുത്തതാണ്. എടുത്തപ്പോൾ ഉണ്ട് അവിടെ പോയി എനിക്ക് മാത്രം കിട്ടി, വേറൊരു മനുഷ്യന് ഒരു സാധനം പോലും കിട്ടിയില്ല. എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടി ട്രെൻഡി ഗേൾസിന് നല്ല സെക്ഷനുണ്ട്. ഇടയ്ക്കൊന്നും പോകുമ്പോൾ കിട്ടില്ല, ഇടയ്ക്ക് പോകുമ്പോൾ കുഴപ്പമില്ലാണ്ട് കിട്ടും. അപ്പം എനിക്ക് പോയപ്പോൾ കിട്ടിയായിരുന്നു. എനിക്ക് നല്ല റേറ്റ് കുറവിന് കുറേ ഡ്രസ്സ് കിട്ടി. ഇപ്പം എനിക്ക് 2000 സംതിങ് എങ്ങാണ്ടായി മൊത്തത്തിൽ എനിക്ക് എടുത്തപ്പോൾ എനിക്ക് കുറച്ച് 3-4 ടോപ്പും 2 ജീൻസോ എങ്ങാണ്ട് കിട്ടി. എനിക്ക് അത്ര റേറ്റിന് കിട്ടി. അപ്പം ഞങ്ങൾ വേറെ ആർക്കും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഏകദേശം രാത്രി ആവാറായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു വന്നാൽ പിന്നെ ട്രെൻഡ്സിലോ മാക്സിലോ പോവാം. അപ്പോൾ വന്ന വഴിക്ക് ഞങ്ങൾക്ക് ട്രെൻഡ്സ് ആയിരുന്നു അടുത്ത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ട്രെൻഡ്സിൽ കയറി. അപ്പം കുഞ്ഞോക്കൊന്നും ഡ്രസ്സ് കിട്ടിയില്ല. അപ്പോൾ കുഞ്ഞോക്ക് ഡ്രസ്സ് തപ്പിക്കൊണ്ട് നടക്കുന്ന ടൈമാണ്. അവിടെ അന്നേരം ട്രെൻഡ്സിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് 2 പേരെ മാത്രമേ അകത്ത് കയറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ഒരു സെറ്റപ്പിൽ ഇത്രയും പേർക്ക് ഡ്രസ്സ് എടുക്കണം. അതുപോലെ ഷോപ്പ് ക്ലോസ് ചെയ്യാറായിരുന്നു. ഞാനും കുഞ്ഞോളോടെ കയറിപ്പോയി. ഞങ്ങൾ കയറിയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് നോക്കുവാണ്. കുഞ്ഞോക്ക് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ ഞാൻ നോക്കിക്കൊണ്ട് ഈ കുർത്തി അവിടെ കിടക്കുമ്പോൾ കുഞ്ഞോളെന്തായാലും 2-3 ഡ്രസ്സ് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവളെന്തായാലും ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് ഇട്ട് നോക്കാം. എനിക്കങ്ങനെ കുർത്തിയൊന്നും വീട്ടിലെടുത്ത് തരത്തില്ല. ജീൻസ് ടോപ്പ് അത് മാത്രമേ എടുത്ത് തരത്തുള്ളൂ. അപ്പം ഞാൻ എന്തായാലും വന്നാലേ ചുമ്മാ ഇട്ട് നോക്കാമെന്നുള്ള സെറ്റപ്പിൽ ഞാൻ പോയി ഇട്ട് നോക്കി ഒരു ഫോട്ടോ എടുത്തു. പക്ഷെ ഫോട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല, വേറൊരു ഫോണിലാണ് ഫോട്ടോ എടുത്തത്. അപ്പം ഇതിട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗി കാണാം. അന്ന് കൈയില്ലായിരുന്നു, കൈ നമ്മൾ പിടിപ്പിച്ചതാണ്. കൈയില്ലായിരുന്നു, നല്ല ഭംഗിയായിരുന്നു ഇട്ടപ്പോൾ കാണാൻ. കുറച്ചുകൂടി ചബ്ബിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്നിട്ട് ഞാനത് എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ റേറ്റ് നോക്കിയപ്പോൾ 900, പിന്നെയും 1000-ന് ഇത്രയും രൂപയ്ക്ക് എനിക്ക് എടുത്തു തന്നിട്ട് പിന്നെ ഇനി ഞാൻ ആ പൈസ ചോദിക്കുമ്പം അത് ശരിയല്ല, എടുത്തു തരുമോ ചെറിയൊരു പേടി എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ഉമ്മച്ചെടുത്ത് ചോദിച്ചു എനിക്ക് ഉടുപ്പെടുത്ത് തരുമോ ചോദിച്ചപ്പോൾ പറഞ്ഞു നോക്കട്ടെ, ലാസ്റ്റ് എല്ലാവരുടെയും ഡ്രസ്സ് എടുത്ത് ക്യാഷ് എന്തൂരം നോക്കിയിട്ട് എടുത്തു തരാം എന്നുള്ള സെറ്റപ്പിലായിരുന്നു. പക്ഷെ ഉമ്മച്ചിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് എനിക്ക് എടുത്തു തരുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഉടുപ്പ് എടുത്ത് തന്നില്ല. പക്ഷെ എനിക്ക് ഈ ഉടുപ്പ് ഇട്ടിട്ട് വരാനും തോന്നുന്നില്ല. ഭയങ്കര ഭംഗിയുള്ള ഉടുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും കൂടി ഷോപ്പ് ചെയ്തപ്പം ഏകദേശം ഒരു 10,000-11,000 അടുത്ത രൂപയ്ക്ക് ട്രെൻഡ്സിൽ നിന്ന് എല്ലാവർക്കും കൂടി ഡ്രസ്സ് എടുത്തു. ഇതും 5-6-7 പേർക്കും കണ്ട് അത്ര രൂപയ്ക്ക് എടുത്തു. അപ്പം അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്തത് ഞങ്ങളാണ് എന്നുള്ള സെറ്റിൽ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾക്ക് കുറേ കൂപ്പൺ തന്നതിനപ്പോഴത്തേക്കും നമുക്ക് ഓഫർ ഉള്ളതിൻ്റെ കുറേ കൂപ്പൺ ഉണ്ടായിരുന്നു. കുറേന്ന് വെച്ചിട്ട് കുറേ കിട്ടി കൂപ്പൺ. ഇത്രയും രൂപയ്ക്ക് ഡ്രസ്സ് എടുത്തുകൊണ്ട് അവർ കുറേ കൂപ്പൺ തന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ എനിക്ക് 500 രൂപ കുറച്ച് കിട്ടുമല്ലോ, അപ്പോൾ കുറച്ച് രൂപ ഉണ്ടാക്കിയിട്ട് എനിക്ക് ആ ഡ്രസ്സ് പോയി എടുക്കാമല്ലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ പൈസ സേവ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് എൻ്റെ കസിൻ ഹസ്നാത്ത ഞാൻ ചുമ്മാ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി എൻ്റെ പിക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു എനിക്കും ഇഷ്ടമായി, നീ പോവുകയാണെങ്കിൽ എനിക്കൂടെ എന്നാൽ എടുത്ത് വെച്ചോ, എന്നെക്കാളും ചെറിയൊരു സൈസോടെ കൂടിയത് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സെറ്റ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ഫ്രണ്ടിനെ ആയിരുന്നു പോകാൻ വിളിച്ചത്. പക്ഷെ അവൾ വന്നില്ല. ടൈമിൽ എക്സാം ഒക്കെ ആയിരുന്നുകൊണ്ട് വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പോകണ്ടെന്ന് വെച്ചു. അതൊക്കെ കഴിഞ്ഞ് ഹസ്നാത്ത വന്നു. എറണാകുളത്തിനൊക്കെ പോയി. അതിന് മുന്നേ ഞങ്ങൾ പോയായിരുന്നു, ട്രെൻഡ്സിലും മാക്സിലൊക്കെ പോയി. അപ്പം ഈ ഡ്രസ്സ് എടുക്കാൻ നോക്കി. അങ്ങനെയാണ് എനിക്ക് ഡ്രസ്സ് കിട്ടുന്നത്. അന്ന് അവിടെ പോയപ്പോഴാണ് ഞാൻ ഈ ഡ്രസ്സ് എടുക്കുന്നത്. പക്ഷേ ഒരു ട്വിസ്റ്റ് എന്താണെന്നറിയോ, അന്ന് ഈ ഡ്രസ്സിന് 900 രൂപ നമ്മുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ 900 ആണെങ്കിലും
അത് ഈ ഡ്രസ്സ് ഓഫറിന് ഇട്ടേക്കുമായിരുന്നു. 400 രൂപ ഉണ്ടായിരുന്നു. പക്ഷെ ഓഫർ സെക്ഷനിലൊന്നും അല്ല ഇട്ടായിരുന്നു. ഒരു ഓഫറിൻ്റെ ഒരു സിമ്പലും ഒന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അവിടെ പറ്റിയില്ല. ഈ ഡ്രസ്സിന് 400 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ അത് അവിടെ കാണുമായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നേനെ. അങ്ങനെ കുറേ പാടുവിട്ട് ഞാൻ എടുത്ത ഡ്രസ്സാണിത്. പക്ഷെ ഇവിടെ എന്തോ റെഡ് കളറിലൊക്കെ അന്ന് ബ്രാൻഡ് ചെയ്തപ്പം ഇവിടെ എവിടെയോ റെഡ് കളറിലൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ കുഴപ്പമില്ല, നമ്മൾ വാഷ് ചെയ്തെടുത്തോളാം. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ഇതും ഒരു ഷർട്ടാണ്. ഈ ഷർട്ട് വന്നിട്ട് ഫുള്ളി ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, ഈ ഹിപ്പിൻ്റെ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ കൂടി കിടക്കും. പക്ഷെ ഇതെനിക്കിപ്പോൾ ലൂസാണ്. അപ്പം ഇതാണ് ഷർട്ട്. ഇതും പണ്ടെങ്ങാണ്ട് എടുത്ത ഷർട്ടാട്ടോ, കുറച്ചൊരു പഴക്കമായ ഷർട്ട്. ഇത് ഇവിടെ നിന്ന് എടുത്ത്, ഇതും ട്രെൻഡ്സിൽ നിന്ന് എടുത്ത ഷർട്ടാണ്. ഇതും ട്രെൻഡ്സിൽ നിന്ന് എടുത്താണ്. അപ്പം നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതൊരു വൈറ്റ്, പ്ലെയിൻ വൈറ്റ് ആണ്. ഇതും തൊടുപുഴ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് പോയപ്പോൾ എടുത്തതാണ്. ഇത് വന്നിട്ട് പ്ലെയിൻ ആണ്. 3/4 കൈയുണ്ട്. ഞാൻ ഇതിപ്പോൾ ചുമ്മാ മടക്കി വെച്ചാണ്. 3/4 കൈയുണ്ട്. പക്ഷെ ഇത് എനിക്ക് കുറച്ച് വലുതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ ഗ്ലേസേഴ്സ് ഒക്കെ ഇടില്ലേ, ആ ഒരു മോഡലിൽ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഷർട്ടാണ്. ഇതും ഞാൻ അങ്ങനെയൊക്കെ ഓർത്ത് നമുക്ക് എന്തിൻ്റെയൊക്കെ കൂടെ ഇപ്പോൾ ബ്ലാക്ക് ടാങ്ക് ടോപ്പ് ഒക്കെ ഇടുവാണെങ്കിൽ അതിൻ്റെ കൂടെ ജാക്കറ്റ് പോലെ അല്ലെങ്കിൽ ബ്ലേസേഴ്സ് ഒക്കെ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എടുത്തൊരു ഡ്രസ്സാണത്. പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡ്രസ്സിനും കുറച്ച് വർഷത്തെ പഴക്കമുണ്ട്. ഈ ഡ്രസ്സ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ ഒരു കിറ്റിയുടെ ഡ്രസ്സ് കാണിച്ചില്ലേ, ആ ടൈമിൽ എടുത്ത ഡ്രസ്സാണ് ഇത്. ഇത് വന്നിട്ട് അകത്ത് ടാങ്ക് ടോപ്പ് പോലെ കണ്ടോ, ടാങ്ക് ടോപ്പ് പോലെ. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഉള്ളതാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാണ് ഇങ്ങനത്തെ. ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് 2 ബൗ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ സ്റ്റൊമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും എനിക്കിഷ്ടമാണ്. ഇതും ഞാനിപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഇതങ്ങനെ ഞാൻ ഒത്തിരി പുറത്തേക്കൊന്നും ഇട്ടിട്ടില്ല. ഇത് വന്നിട്ട് ഇത് ഞാൻ അന്ന് ചൈത്രത്തിൽ പോയ കാര്യം പറഞ്ഞില്ലേ, എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പോയി, എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. അന്ന് അവിടെ നിന്ന് ഉമ്മച്ചി എടുത്തു തന്നാണ്. ഈ ഡ്രസ്സിന് എത്ര റേറ്റ് എന്നറിയോ? 99 രൂപയ്ക്ക് എനിക്ക് ഈ ഡ്രസ്സ് കിട്ടിയ. അവിടെ എല്ലാത്തിനും വിലക്കുറവുണ്ട്. ഗേൾസിൻ്റെ സാധനത്തിന് അത്യാവശ്യം റേറ്റ് കുറവുണ്ട്. ഇത് ഉമ്മച്ചി എനിക്ക് 99 രൂപയ്ക്ക് ഇവിടെ നിന്ന് എടുത്തു തന്നതാണ്. ഞാൻ തപ്പിയിട്ടൊന്നും കണ്ടില്ല. ഉമ്മച്ചി തപ്പിയിട്ട് എടുത്തിട്ടുണ്ട്. 99 രൂപയിലോട്ട് നമുക്ക് വീട്ടിലൂടെ ആണെങ്കിലും ഇടാലോ എന്നുള്ള സെറ്റിൽ എടുത്ത ഡ്രസ്സാണ് ഇത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് ഓഫ് ഷോൾഡർ ആക്കാൻ വേണ്ടി ഓഫ് ഷോൾഡർ ആയിട്ട് ഇടാം, അല്ലാണ്ട് ഇടാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ജീൻസിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ വേണം ഇടാം. പിന്നെ വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഇതൊക്കെ തിരിഞ്ഞായിരിക്കുന്നതെല്ലാം. ഇത് വന്നിട്ട് ഇതുപോലത്തെ എനിക്കും ഉണ്ട്, കുഞ്ഞോക്കും ഉണ്ട്. ഇത് ഹസ്നാത്ത ആദ്യമായിട്ട് കുവൈറ്റിൽ പോയപ്പം, ജോലിക്ക് പോയപ്പം വാങ്ങി തന്ന ഡ്രസ്സാണ്. അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. എനിക്ക് ഈ കളറും കുഞ്ഞോക്കും ഇതിൻ്റെ ഒരു ബ്ലൂ കളറുമാണ്. ഇത് വന്നിട്ട് മറ്റേ കൂട്ട് കൈയൊക്കെ ഉള്ള ഇങ്ങനത്തെ കൈയില്ലേ, അങ്ങനത്തെ ഡ്രസ്സാണ്. ഇത് ഫ്രണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു ഇതൊക്കെ വന്നിട്ട് കുറച്ച് ഇങ്ങനെ വൈഡായിട്ടിരിക്കുന്ന നെക്കും, വൈഡെന്നാണ് പറയുന്നത്, വി പോലെ ഇരിക്കുന്ന ഒരു നെക്ക്. ബാക്കിലും അതുപോലെയൊക്കെ തന്നെയാണ്. ഒത്തിരി ഇറക്കൊന്നുമില്ല. കറക്റ്റ് ഹിപ്പിൻ്റെ ലെവലിൽ ജീൻസ് ഇടുന്നതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ നിൽക്കും. പിന്നെ വന്നിട്ട് ഈ ഒരു ഷർട്ടാണ്. ഈ ഷർട്ട് ഞാൻ പറഞ്ഞില്ലേ, മഹാറാണി എന്ന് പറഞ്ഞ ഷോപ്പിൽ പോയപ്പോൾ ഉമ്മച്ചിക്ക് ഡ്രസ്സ് നോക്കാൻ പോയപ്പോൾ എടുത്താണ്. അവിടെ നിന്ന് എടുത്താണ്. ഇതൊരു ക്രോപ്പ് ഷർട്ടാണ്. ഒത്തിരി ലെങ്തും ഇല്ല, എന്നാൽ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ക്രോപ്പാണിത്. അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ഇടണം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ കാണാൻ പറ്റും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കുറേ ആശിച്ച് മോഹിച്ചെടുത്തൊരു ഷർട്ടാണ് ഇത്. പിന്നെ വന്നിട്ട് ഇത് ലാസ്റ്റ് കാണിക്കാണ്. പിന്നെ വന്നിട്ട് ഇതും ഇതൊക്കെ തിരിഞ്ഞിരിക്കുക. ഇത് മറ്റേ നമ്മുടെ മിസ്റ്റർ ബീനിൽ കാണിക്കുന്ന കള്ളൻ്റെ യൂണിഫോം ഇല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതുപോലെയുണ്ട്. ഇതും ഞാൻ ട്രെൻഡ്സിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ്. ഇതിന് എത്ര റേറ്റ് ഒന്നും എനിക്ക് ഓർക്കുന്നില്ലല്ലോ. ഇത് ഞാൻ പക്ഷേ ഇതല്ല എടുത്തത്. ഇതിന് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു ഉമ്മച്ചിയുടെ അടുത്ത്, ഉമ്മച്ചി പോയി ആ ഡ്രസ്സ് എടുത്തിട്ടോ, ഇതൊന്ന് ഇട്ട് നോക്കിയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. ആ ഡ്രസ്സ് മാറാം, ഉമ്മച്ചി പോയി ഇത് വാങ്ങിച്ചിട്ട് പോരേന്ന് പറഞ്ഞു. പക്ഷെ ഒറിജിനലി ഈ ഡ്രസ്സ് അല്ലായിരുന്നു എടുത്തത്, വേറൊരു റെഡ് കളറിലുള്ള ഡ്രസ്സായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. ഉമ്മച്ചി മാറിപ്പോയി ഈ ഡ്രസ്സ് എടുത്തിട്ട് വന്നു. അങ്ങനെയാണ് ഈ ഡ്രസ്സ് എൻ്റെ കയ്യിൽ വന്നത്. കുഴപ്പമൊന്നുമില്ല. ഇതാണ്. പിന്നെ ഇത് വന്നിട്ട് ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മുടെ ജെംസ്യൂട്ട്
പക്ഷേ എനിക്ക് ഇവിടെ കുറച്ച് വലുതാണ്, പാൻറ്റിൻ്റെ ഭാഗം കുറച്ച് വലുതാണ്. ഇത് ഫ്രീ സൈസാണ്, നമുക്ക് എന്തുവരെ വേണമെങ്കിൽ ആക്കാം, കുഴപ്പമില്ല. ഇത് ജംസ്യൂട്ടിൻ്റെ കൂടെ സെയിം ആ കളറിലുള്ള ഷർട്ടും നമുക്ക് ഇവിടെ ഇങ്ങനെ നോട്ട് ചെയ്തിടാൻ പറ്റുന്ന ഒരു ഷർട്ടുമാണ് ഇത് വന്നിട്ട്. പിന്നെ നമുക്കിനി ജാക്കറ്റിൻ്റെ സെക്ഷനിലേക്ക് കിടക്കാം. ഒത്തിരി ജാക്കറ്റ് ഒന്നും കേട്ടോ, ആകെ 2 ജാക്കറ്റ്സ് ഉള്ളൂ. ആദ്യം നമുക്ക് ഈ ജാക്കറ്റിൽ തുടങ്ങാം. ഇതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന ജാക്കറ്റ്. ഈ ജാക്കറ്റ് ഞാൻ എടുത്തത് കല്യാൺ സിൽക്സിന്നാണ്. അതിന് ഈ ജാക്കറ്റിന് 1000 അത്രയും കണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ സ്മോൾ ഉണ്ടായിരുന്നു, നമുക്ക് ക്രോപ്പായിട്ട് കിടക്കുന്ന ഫുൾ കൈയുള്ള ജാക്കറ്റ് ഉണ്ടായിരുന്നു. ഫുള്ളല്ല, ഇത്ര ഉള്ളൊരു ജാക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഉമ്മച്ചിയെടുത്ത് ചോദിച്ചപ്പോൾ ഉമ്മച്ചിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം ഇതെടുത്ത് തന്നു. ഉമ്മച്ചി എനിക്ക് ഈ ജാക്കറ്റ് എടുത്തു തന്നു. ഇതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് വാങ്ങിയ ജാക്കറ്റ്. ഈ ജാക്കറ്റ് വാങ്ങിച്ചിട്ട് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ഞാൻ ഈ ജാക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അന്ന് ജാക്കറ്റൊക്കെ എല്ലാവരും ഇട്ട് തുടങ്ങുന്ന ഒരു ടൈമാണ്. ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ജാക്കറ്റൊക്കെ ആദ്യം ഇട്ട് തുടങ്ങിയ ഒരു ട്രെൻഡിങ് വാങ്ങിച്ച ടൈമാട്ടോ അത്. പിന്നെ ഇത് വന്നിട്ട് എനിക്ക് ഫുൾ കൈയുള്ള ജാക്കറ്റ് ഒരെണ്ണം വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഫുള്ളല്ല, ഹാഫ് ഇത്രയൊക്കെ ഉള്ളൊരു, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൊരു ജാക്കറ്റ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇതെന്താണെന്നറിയോ, ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് വേണമെന്ന് ലിപ്സ്റ്റിക്ക് തൂത്താണ്. ഞാൻ തൂത്തിച്ചു കാര്യമാണ് നമ്മുടെ ഉള്ളിലല്ലേ. അപ്പം ഈ ജാക്കറ്റിന് ഇവിടെയാണോ ഇവിടെ എങ്ങാണ്ടായിട്ട് ഫ്ലവർ ഉണ്ടായിരുന്നു, കൈയുടെ ഇതിലൂടെ ഫ്ലവർ ഉണ്ടായിരുന്നു, ഒരു റെഡ് കളറിലുള്ള. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഫോട്ടോയിൽ കണ്ട പോലെ അത്ര സെറ്റപ്പൊന്നുമില്ലാന്ന് വന്നു. അപ്പോൾ പിന്നെ എനിക്കിത് കുറച്ച് വലുതുമാണ്. ഞാനിട്ട് ഇവിടെ കുറച്ച് ടൈറ്റ് ആക്കി ഫുള്ളുണ്ട്. വലിയ ഭംഗി ഇല്ല ഇത്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് പാൻറ്റിൻ്റെ സെക്ഷനിലേക്ക് കിടക്കാം. അയ്യോ, ഇത് ഫസ്റ്റ് ഇതിൽ തുടങ്ങാം. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാട്ടോ എങ്ങനെയാണ് നമ്മൾ ഡ്രസ് കളക്ഷൻ്റെ വീഡിയോസൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഫസ്റ്റ് പാൻറ്റിൻ്റെ സെക്ഷൻ വന്നിട്ട് ഇതാണ്. ഈ പാൻറ്റ് ഞാൻ ഇവിടുന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഇത് എനിക്ക് കുറച്ച് വലുതാണ്. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഇത് ഹിപ്പിൻ്റെ അവിടുത്തെ ഭാഗം എടുത്തത് 32 ആണ്. എനിക്ക് ശരിക്കും 32 വേണ്ട, 28 26 ഒക്കെ മതി. പക്ഷേ ഓർഡർ ചെയ്തപ്പം 32 കറക്റ്റാന്ന് ഓർത്ത് ഞാൻ ഓർഡർ ചെയ്തു. നല്ല വലുതാണ്, ഇത്രയൊന്നും ഇല്ല എനിക്ക്. ഇതിൻ്റെ പകുതി മതി, ഇത്രയൊക്കെ മതി. പിന്നെ ഇത് കുറച്ച് ലൂസായിട്ട് കിടക്കണമല്ലോ, കാർഗോ ടൈപ്പ് അല്ലേ. അപ്പം ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ഡാൻസൊക്കെ കളിക്കുമ്പോൾ ഇടും. ഡാൻസ് കളിക്കുമ്പോൾ ഇതിട്ട് കളിക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇടും. അല്ലാണ്ട് ഞാനിത് ഒത്തിരി യൂസ് ആക്കിയിട്ടില്ല. യൂസ് ആക്കണം, എന്തെങ്കിലും ഞാൻ വലുതാവട്ടെ ഞാൻ യൂസ് ആക്കി. നെക്സ്റ്റ് പാൻറ്റ് വന്നിട്ട് ഇത് ഞാൻ പുറത്തോക്കൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇത് അനിയൻ്റെ പാൻറ്റാണ്. അവന് ചെറുതായപ്പോൾ എനിക്ക് തന്നു. ബോയ്സ് ടൈപ്പ് പാൻറ്റാണ്. അവന് ചെറുതായപ്പോൾ എനിക്ക് തന്നു, അത് മാത്രമേ ഉള്ളൂ. അനിയൻ്റെ കുറച്ച് പാൻറ്റും ഡ്രസ്സൊക്കെ എന്തെങ്കിലും ഉണ്ട് കേട്ടോ. ഇത് അവൻ്റെ ഒരു പാൻറ്റ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ആക്കിയിട്ടില്ല, പുറത്തേക്ക് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പം ഇത് വേറൊരു പാൻറ്റ്. പിന്നെയെന്ന് വന്നിട്ട് ഇത് അന്ന് ചൈത്രത്തിൽ പോയപ്പോൾ ഡ്രസ്സ് എടുത്ത കാര്യം. അപ്പോൾ എൻ്റെ കുറച്ച് ഡ്രസ്സസൊക്കെ കാണാറുണ്ടല്ലോ. ഒരു റെഡ് കളർ ബനിയനൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ ചൈത്രത്തിൽ പോയപ്പോൾ എടുത്ത്. അപ്പോൾ ഇവിടെ പോയി നമുക്ക് നോക്കാം. ഇതൊരെണ്ണം. ഇത് വന്നിട്ട് ചൈത്രത്തിൽ പോയപ്പോൾ എടുത്താണ്, വൈറ്റ് കളർ. ഇതിന് നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. പാൻറ്റിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ടോപ്പ് സെക്ഷൻസിനൊക്കെ റേറ്റ് നല്ല കുറവാണ്. ഇതൊരു പാൻറ്റ്. ഇതും കുറച്ച് ഇവിടെയൊക്കെ കുറച്ച് വലുതാണ്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള കിട്ടാൻ കുറച്ച് പാടാണ്. കാരണം ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് കറക്റ്റ് സൈസ് കിട്ടത്തില്ല. ആകെ ഒരു സൈസ് എനിക്ക് കറക്റ്റായിട്ടുള്ളൂ. ആ പാൻറ്റ് ഇവിടെ എവിടെയും കാണും. എന്ത് 2-3 പാൻറ്റും ടോപ്സൊക്കെ മിക്സിങ് ആണോ തപ്പി പിടിക്കണം കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പം ഇതൊരു വൈറ്റ് കളർ പാൻറ്റ്. വേറൊരു വൈറ്റ് പാൻറ്റ് അവിടെ ഉണ്ട് എനിക്ക്. ഇത് എൻ്റെ അനിയുടെ പാൻറ്റാണ്. ഇത് കെയറിൽ നിന്ന് എടുത്തത്. കെയർ കുഞ്ഞു പിള്ളേരുടെ കട കെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 9 to 10 ഇയേഴ്സ് ഉള്ള പിള്ളേരുടെ പാൻറ്റാണ്. ഈ പാൻറ്റ് എനിക്ക് ലൂസാണ്. ഈ പാൻറ്റ് എനിക്ക് നല്ലോണം ലൂസാണ്. 9 to 10 വയസ്സ് വരെയുള്ള പിള്ളേരുടെ പാൻറ്റാണിത്. എന്നാലും ഈ പാൻറ്റ് എനിക്ക് ലൂസാണ്. ഇതും അവൻ്റെ പാൻറ്റാണ്. ഇങ്ങനെ 2 വൈറ്റ് ഉണ്ട്. ഇത് കുറച്ചുകൂടി ഒരു വേറെ ടൈപ്പ് തുണി. ഇത് കുറച്ചുകൂടി സോഫ്റ്റ് മെറ്റീരിയൽ പോലത്തെ തുണിയാണ്. അതിൻ്റെ വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടി പ്യുവർ വൈറ്റ്, ഇത് കുറച്ചുകൂടി ഓഫ് വൈറ്റ് പോലത്തെ കളർ. പിന്നെ വന്നിട്ട് ഈ ഒരു പാൻറ്റാണ്. ഇതിനും കുറച്ച് വർഷത്തെ പഴക്കമുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ച് കണ്ടെടുത്ത പാൻറ്റാണ് ഇത്. ഇതെനിക്ക് കറക്റ്റ് ഫിറ്റ് ആക്കാം. ഇപ്പോഴും കറക്റ്റാണ്, അപ്പോഴും കറക്റ്റാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല.
ഇത് ഞാൻ ഒത്തിരി യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ പാൻറ്. ഇവിടെ 2 സിബൊക്കെ വന്നിട്ട് ഓക്കെ. അപ്പൊ ഇതാണ്. ഇവിടേക്ക് പൊളിഞ്ഞു പോയിട്ടോ, കുറെ വർഷമായി. പിന്നെ വന്നിട്ട് ഇത് അനിയുടെ പാൻറ്റാണ്. ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് തന്നെ ഇതുവരെ ഞെട്ടൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഇത് വന്നിട്ട് ഇവിടെ ഒരു ഇലാസ്റ്റിക് മോഡലാണ്, അടിയിലും പിന്നെ ഇലാസ്റ്റിക് മോഡലാണ്. ഇതൊന്നും ഞെട്ടൊന്നുമില്ല, ഇതൊക്കെ കറക്റ്റ് ആയിരിക്കും. എനിക്ക് ഇവിടെയൊക്കെ കുറച്ച് ലൂസായിരിക്കും, അടിയിലേക്ക് വരുമ്പം ഇറക്കവും ഒക്കെ കറക്റ്റ് ആയിരിക്കും, ഹിപ്പും ഒക്കെ കറക്റ്റ് ആയിരിക്കും. ഇതും 9 to 10 ഇയേഴ്സിനുള്ള പിള്ളേരുടെ പാൻറ്റാണ്. പിന്നെ വന്നിട്ട് ഇത് ഞാൻ ഒരു പ്രാവശ്യം പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്, പിന്നെ ഇട്ടിട്ടുണ്ട്. ഇതും അനിയൻ്റെ പാൻറ്റാണ്, ഇതും എൻ്റെ പാൻറ്റല്ല. ഇത് വന്നിട്ട് ഇവിടെ നമ്മുടെ മുട്ടിൻ്റെ ഇവിടെ ഒരു ഡിസ്റ്റേഴ്സ് ആയിട്ടുള്ള പാൻറ്റാണ്. പക്ഷെ ഇതിന് എനിക്ക് കുറച്ച് ഇറക്കം കുറവാണ്, മുട്ടിൻ്റെ കുറച്ചുകൂടി താഴെയാണ് നിൽക്കുന്നത്. ഒരു 3/4 കുറച്ചൊരു ഇത്രയും കൂടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ സാധനം എൻ്റെ കറക്റ്റ് മുട്ടിൻ്റെ അവിടെ വരത്തില്ല. ഇതെനിക്ക് കുറച്ചുകൂടി തുടയുടെ അങ്ങോട്ടേക്ക്, മുട്ടിൻ്റെ കുറച്ചുകൂടി മുകളിലേക്ക് തുടയുടെ അവിടെ ആയിട്ട് കയറി നിൽക്കും. അങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് ഞാൻ ഒരു പ്രാവശ്യം പുറത്തിട്ടിട്ടുണ്ട്, ഇങ്ങിട്ടിട്ടില്ല കേട്ടോ, കിട്ടിയിടയ്ക്ക് പുറത്തിട്ടിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഈ ഒരു ജീൻസാണ്. ഇത് വന്നിട്ട് എൻ്റെ ജീൻസ് അല്ല, ഇതും ഹസ്നാത്താടെ ജീൻസാണ്. ഇത് ഇത്താടെ 1 വർഷം കണ്ട് മുമ്പ്, 1 വർഷത്തിന് മുന്നേ ഇത്താടെ അതിലുണ്ടായിരുന്ന ജീൻസാണ്. ഇപ്പം ഇത്താക്കത് കറക്റ്റ് ഫിറ്റ് അല്ല, അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മീൻസ് ഇന്നാണ് ഞാൻ ഒരു കയാക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഇട്ട് ഇത്ത വന്ന ടൈമിൽ, ഇത്ത ഗൾഫിൽ നിന്ന് വന്ന ടൈമിൽ തന്നതാണ്. ഇതിനും ഇവിടെ സ്ക്രാച്ച് എന്നൊക്കെ പറയുള്ളൂ, അതുപോലെയുള്ള പാൻറ്റാണ്. ഇത് കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്ക്രാച്ച് അറിയാൻ പറ്റും. എനിക്ക് കറക്റ്റ് ഫിറ്റ് അല്ല, ചെറിയൊരു ലൂസ് ഉണ്ട്, അതുകൊണ്ട് കറക്റ്റായിട്ട് അറിയത്തില്ല. നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ സ്കിന്ന് കാണാം. ആ ഒരു ടൈപ്പ് പാൻറ്റാണ്. ഇതും ഞാൻ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. പിന്നെ വന്നത് ഞാൻ ചൈത്രത്തിൽ പോയപ്പോൾ എടുത്തു എന്ന് പറഞ്ഞ വേറൊരു പാൻറ്റാണ്. ഇത് വന്നിട്ട് കമ്പനി പേരൊന്നും എനിക്ക് ഓർക്കുന്നില്ല കേട്ടോ, ഇവിടെ കാണും. ഇതിലും നമുക്ക് ഇത് അലൻസോളി എന്ന് പറഞ്ഞ ബ്രാൻഡ്, അതിൻ്റെ ഇതിനും നല്ല റേറ്റ് ആയിട്ടോ. പാൻറ്റിന് എല്ലാത്തിനും നല്ല റേറ്റ് ആയി, ഡ്രസ്സസിനും അത് റേറ്റ് ആയി. ഇത് നമുക്ക് എലാസ്റ്റിക് നമുക്ക് നോക്കിയിടാം, കാരണം നമ്മുടെ ഹിപ്പിനനുസരിച്ച്. ഇത് വാങ്ങിയ ടൈമിൽ എനിക്ക് കുറച്ച് വലുതായിരുന്നു, ഹിപ്പിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കുറച്ചൊരു ലൂസ് പോലെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിടാം. പക്ഷെ ഇതൊരു ബോയ്സ് ടൈപ്പ് പാൻറ്റാണ്. ഞാൻ വീട്ടിൽ വന്ന് ഇട്ട് നോക്കിയപ്പം ഇവിടെ നിന്ന് എനിക്ക് ഭയങ്കര ടൈറ്റ്, ഇവിടെ ലൂസ്. ഈ ബോയ്സ് ഒക്കെ ഇടുന്ന പാൻറ്റ് കണ്ടിട്ടില്ലേ, മുട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴത്തേക്ക് ടൈറ്റ്, മുകളിലേക്ക് കുറച്ച് ലൂസായിട്ട്, ആ ഒരു ടൈപ്പ് പാൻറ്റാണിത്. അപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഇപ്പം ഇലാസ്റ്റിക് പോലെ നമുക്കിത് കണ്ടോ, ബട്ടൺസ് ഉണ്ടോ, ഇതനുസരിച്ച് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, അങ്ങനെ വെച്ചേക്കാം. പിന്നെ വന്നിട്ട് ഇത് എൻ്റെ പൊന്നോ, ഈ ഡ്രസ്സ്, ഇതൊരു ഡ്രസ്സ് ജംസ്യൂട്ട് ഡംഗ്രി എന്നാണ് പറയുന്നത്. ഇത് വന്നിട്ട് അയ്യോ ഞാൻ കുറേ ആശിച്ച് മോഹിച്ചെടുത്താണ്. ഇതിൻ്റെ പിന്നിലും ഒരു സ്റ്റോറി ഉണ്ട്. ഇത് ഞാൻ പറയാം. 2018 തോന്നുന്നു, 18 ഞാൻ 8th പഠിക്കുമ്പോൾ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ എസ്തറാനിലില്ലേ പുള്ളിക്കാരിയുടെ ഒരു പോസ്റ്റ് കണ്ടു, ഒരു ഡാങ്ക്രിയൊക്കെ ഇട്ട് നിൽക്കുന്നൊരു പോസ്റ്റ് കണ്ടു. അപ്പോൾ എനിക്ക് ഉടുപ്പ് ഭയങ്കര ഇഷ്ടമായി. ആ പുള്ളിക്കാരി ഇട്ടപ്പോൾ ആ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഉമ്മച്ചിയുടെ അടുത്ത് പോയി പറഞ്ഞു, ഉമ്മച്ചി എനിക്ക് ഇതുപോലത്തെ ഒരു ഡ്രസ്സ് വാങ്ങിത്തരുമോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി, വാങ്ങിത്തരുമോ എന്നൊക്കെ ചോദിച്ചു. ഉമ്മച്ചി നോക്കട്ടെ എന്നുള്ള സെറ്റപ്പാണ്. എന്നിട്ട് വാപ്സി എടുത്ത് കാണിച്ചു. വാപ്സിക്ക് അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണമെന്നൊക്കെയാണ് വാപ്സിക്ക് കുറച്ചുകൂടി താല്പര്യം. വാപ്സി വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു. ഞാൻ തപ്പലോ ഫ്ലിപ്കാർട്ടിൽ നോക്കണു, ആമസോണിൽ നോക്കണു, ഒരിടത്തും എനിക്ക് ഇഷ്ടപ്പെട്ട അത് കിട്ടുന്നില്ല. എസ്തറിൻ്റെ കൂട്ട് കിട്ടുന്നില്ല. ഉണ്ട്, എന്നാലും ഒരുമാതിരി ഒരു ഭംഗിയില്ലാത്ത ടൈപ്പൊക്കെയാണ് കിട്ടുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്നിട്ട് ഞാൻ കുറേ ആശിച്ച് നോക്കി. ആ ടൈമിലാണ് ഹസ്നാത്ത വരുന്നത്. ഹസ്നാത്ത അന്ന് ഗൾഫിലാണ്, അതെനിക്ക് ഓർക്കുന്നില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ ലുലുമാളി പോവാണ്. ലുലുമാളി പോയപ്പോൾ ഞാൻ ഹസ്നാത്തയാണ് പോയിക്കൊണ്ടിരുന്നത്. എല്ലാ കാര്യത്തിനും ഞാനുണ്ട് കേട്ടോ അവരുടെ. അപ്പം ഞാൻ ഹസ്നാത്തായി ലുലുമാളിൽ ഷോപ്പിങ്ങിന് പോവാണ്. ആ ടൈമിൽ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടാവുമല്ലോ, അങ്ങനെ പോവാണ്. സ്യൂട്ട് കേസ് വാങ്ങാനും അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ പോയപ്പോൾ എനിക്ക് ഡ്രസ്സ് വാങ്ങണമായിരുന്നു, അതുകൊണ്ട് പൈസയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞങ്ങൾ പോയി ഏതോ ഒരു കടയിൽ
ഇപ്പം കടയൊന്നും കണ്ടാൽ ഓർമ്മയില്ല കേട്ടോ. ഏതൊരു കടയിൽ എറണാകുളത്ത് പോയി ഏതോ ഒരു ഷോപ്പിൽ കയറി കുറേ ട്രൈ ചെയ്ത് നോക്കി. ലാസ്റ്റ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താണെന്ന് പറയാം, അന്നൊന്നും എനിക്ക് സ്ക്രാച്ചുള്ള പാൻറ് ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് സ്ക്രാച്ചുള്ള പാൻറ് വേണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് സ്ക്രാച്ച് ഉണ്ട്, കണ്ടോ, നന്നായിട്ട് സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കൂടാതെ എനിക്ക് സ്ക്രാച്ചുള്ള ഒരു പാൻറ് വേണമെന്ന് ആഗ്രഹമായിരുന്നു. എല്ലാം കൊണ്ടും ഈ ഡ്രസ്സ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഇതിന് ഏതോ 2000 സംതിങ് എത്ര ആയായിരുന്നു അന്ന് ഇതിനവിടെ. അപ്പോൾ അത്ര ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. ഞാൻ 8ൽ വെച്ചെടുത്താണ്. ഇപ്പോഴും എനിക്കിത് കറക്റ്റ് ഫിറ്റാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു കൂട്ടം ഡ്രസ്സുമായിട്ട് വീണ്ടും ഞാൻ വന്നിരിക്കുന്നു. നെക്സ്റ്റ് ഡ്രസ്സസ് ആണ് കേട്ടോ. ഇത്ര ഇത് പാർട്ടി വെയേഴ്സ്, ഇത് ക്യാഷ്വലായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടി വെയേഴ്സിൽ നിന്ന് തുടങ്ങാം. ആദ്യമായിട്ട് സിമ്പിളായിട്ടുള്ളത് ഇത് വന്നിട്ട് നമ്മുടെ മറ്റേ ബോഡിക്കോൺ ഡ്രസ്സില്ലേ, അതുപോലത്തെ ഒരു ഡ്രസ്സാണ്. തയ്പ്പിച്ചതാണിത്. ഇവിടെ നമുക്ക് സ്ലിറ്റൊക്കെ വന്നിട്ട് മുട്ടിൻ്റെ കുറച്ച് അങ്ങോട്ടേക്ക് സ്ലിറ്റ് വന്നിട്ട് ഫുൾ കൈയൊക്കെ വന്നിട്ട് ബാക്കിൽ സിബൊക്കെ വെച്ചൊരു ബോഡിക്കോൺ ഡ്രസ്സാണിത്. കണ്ടുകൊണ്ട് വിശ്വസിക്കുന്നു ഞാൻ. ഇതൊരു ബോഡിക്കോൺ ഡ്രസ്സാണ്. സത്യം ഇനി ഒതുക്കി പറക്കി വെക്കണം. പിന്നെ ഇത് വന്നിട്ട് ഞാൻ 7th പഠിച്ചപ്പോൾ എടുത്താണ്. ഞാൻ കാണുന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ ഇടാറൊന്നുമില്ല, പണ്ടൊക്കെ ഇടുമായിരുന്നു. 7th പഠിച്ചപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഫ്രോക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പോയി എടുത്തതാണ്. ഇപ്പോൾ ഇടാറുന്നില്ല. ഇവിടെ ഒരു പൂവൊക്കെ ഉണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും ഈ ഡ്രസ്സ് എനിക്ക് കറക്റ്റ് ഫിറ്റാണ്. അപ്പം അങ്ങനെ ഇത് 7th പഠിച്ചപ്പം സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ടൈമിൽ എനിക്ക് അന്നേരം ഇടാൻ വേണ്ടിയിട്ട് കരഞ്ഞ് വാങ്ങിപ്പിച്ച ഡ്രസ്സാണ്. എനിക്ക് എല്ലാ പിള്ളേരും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഇട്ടുകൊണ്ട് പോകുന്നത്. അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇത് വന്നിട്ട് ഇതൊരു ഷാളാണ്. ഇതിൻ്റെ ബാക്കി ഞാൻ എടുക്കട്ടെ കേട്ടോ. ഏറ്റവും തപ്പി പിടിക്കണം എനിക്ക്. ഇതിൻ്റെ ഒരു സാധനം ബ്ലൗസോടെ ഉണ്ടായിരുന്നല്ലോ അതിന്. എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് ഇപ്പോൾ വട്ട് പിടിക്കും. ഇതൊക്കെ ഞാൻ ഇനി ഒതുക്കി വെക്കണ്ടേന്ന് ഓർത്ത്. നെക്സ്റ്റ് വന്നത് ഇതായിരുന്നു അല്ലേ. ഇതൊരു മിടുക്കിയാണ്. ഇത് എൻ്റെ അല്ല, ഹസ്നാദാടെയാണ്. അപ്പം ഇത് വന്നിട്ട് ഇത് കുറേ വർഷം പഴക്കമുള്ളൊരു മിടുക്കി കേട്ടോ. ഇതാണ് ഈ പ്രിന്റ്. ഇത് പാവാടയാണ്. ഈ സാധനം പാവാട. ഇതിൻ്റെ അറ്റത്ത് ഇത് അവളുടെ ബ്ലൗസ് നല്ല ബ്ലൗസായിരുന്നു. ഇവിടെ ഇടുന്ന ബ്ലൗസ് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് കണ്ടതായിട്ട് വലിയ ഓർമ്മയൊന്നുമില്ല. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതാണ് അവർക്ക്. അത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ആ ഒരു കളറിൽ ഒരു ക്രോപ്പായിട്ടുള്ളൊരു ബ്ലൗസ് തയ്പ്പിച്ചു. സ്കേർട്ട് ഇത്രയും കയറി നിൽക്കും. അപ്പോൾ ഇത്രയും ഭാഗത്തിനുള്ളൊരു എന്താ പറയുക ഇത് ടോപ്പ് തയ്ക്കുകയില്ല. ഏകദേശം ആ കളറായിട്ടുള്ള സെയിം അതേ ഷോളും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ യൂസൊന്നും ചെയ്യാറില്ല. നേരത്തെ യൂസ് ചെയ്യാറുണ്ട് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ. അപ്പം ഇതാണ് ഒരു മിടുക്കി. ഹലോ അവിടെ. പിന്നെ ഇത് വന്നിട്ട് ഇതൊരു ഫ്രോക്കാണ്. എടുക്കട്ടെ കേട്ടോ. ഇതൊരു ഓഫ് ഷോൾഡർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ടൈപ്പ് ഫ്രോക്കാണ്. ഇത് ഞാൻ തയ്പ്പിച്ചതാണ്. എൻ്റെ ഓരോ ഐഡിയകൾ വെച്ചിട്ട് ഞാൻ തയ്പ്പിച്ചതാണ്. ഇത് വന്നിട്ട് ഫ്രണ്ട് കയറി ബാക്ക് ഇറങ്ങിയാണ് ഇരിക്കുന്നത്. കാണിച്ചു തരാം. ഇത് ഫ്രണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന ഭാഗം ഫ്രണ്ട്, ബാക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കും. ഇതിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് നമ്മുടെ കൈ, അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മുടെ കൈയിലേക്ക് പോകുന്നൊരു സാധനം. അതായത് ഇങ്ങനെ ഇരിക്കും, കണ്ടോ, ഇങ്ങനെ കൈ. അപ്പം ഇവിടെ ഒരു ഷോൾഡറിൻ്റെ ഈ ഭാഗം കാണാൻ പാകത്തിനുള്ള ഒരു ഫ്രോക്കാണ് ഇത്. പിന്നെ വന്നിട്ട് ഇതൊരു ബ്ലാക്ക് ഫ്രോക്കാണ്. ഇത് വന്നിട്ട് ഇവിടെ നെറ്റ് മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ടേക്ക് വേറെ ഒന്നുമില്ല. ഇവിടെ ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആണ്. ഈ ഒരു ഇവിടെ വരെ ഇങ്ങനെ ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആണ്. അടിയിലേക്ക് മുട്ടിൻ്റെ ഒപ്പം ഉള്ളൂ കേട്ടോ. ഇതെനിക്ക് ഇഷ്ടമാണ്. ഫ്രോക്ക് നല്ല ഭംഗിയാണിത്. അയ്യോ, ഇതൊക്കെ എനിക്ക് ഒരു 2-3 വർഷത്തെ പഴക്കം. എൻ്റെ ഇപ്പം കൂടെ കൂട്ടി 3 വർഷത്തെ പഴക്കമുള്ള ഡ്രസ്സസ് ആണ് ഇതൊക്കെ. പിന്നെ വന്നിട്ട് ഇതൊരു യെല്ലോ. ഇത് ഞാൻ ഒരു ഹൽദിക്ക് വേണ്ടിയിട്ട് തയ്പ്പിച്ചതാണ്. ഈ യെല്ലോ കയ്യില്ലാത്ത ഒരു യെല്ലോ. പണ്ട് ഇതിൻ്റെ കൂടെ ഒരു ഷർട്ടോടെ ഉണ്ടായിരുന്നു. ഇവിടെ പിടിക്കണം. ഇവിടെ ഒന്നും ഇതിൻ്റെ കൂടെ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു ജാക്കറ്റ് പോലെ ഞാൻ തയ്പ്പിച്ചതാണ്. ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പ് നോക്കി. പക്ഷെ അത്ര സെറ്റപ്പ് ആയില്ല, എന്നാലും കുഴപ്പമില്ല. കുറച്ചുകൂടി ഒരു ഷർട്ട് മോഡലായിട്ട് വരുവാണെങ്കിൽ നല്ലതായിരുന്നു.
അങ്ങനെ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പോ ഞാൻ ഒരു ഹൽദിക്ക് വേണ്ടിയിട്ട് തയ്പ്പിച്ചതാണ്. എനിക്ക് എല്ലാ പാർട്ടി വേഴ്സും തന്നെ തയ്പ്പിച്ചതാക്കാം, അങ്ങനെ വാങ്ങിയതായിട്ടുള്ളത് കുറവാണ്. ഇത് ഞാൻ ലാസ്റ്റ് കാണിക്കാം, എനിക്കൊരു ഫേവറേറ്റ് ഡ്രസ്സാണ്. പിന്നെ ഇത് നെക്സ്റ്റ് വൺ പറയുമ്പോൾ ഇതാണ്. നമുക്കിപ്പോൾ കാണുമ്പോൾ എന്താ ഇത് മൊത്തം അലങ്കോലമായിട്ട് കിടക്കാനുള്ളൂ തോന്നുന്നുണ്ടാവും. നെക്സ്റ്റ് വൺ ഇതാണ്. ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ, എൻ്റെ എല്ലാ പാർട്ടി വെയർ ഡ്രസ്സസും ഇട്ടിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഐഡിയാസ് കിട്ടും. ഇങ്ങനെ മാത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് തയ്ച്ചേക്കുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടത്തില്ല. അല്ലാണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് തയ്ച്ചേക്കുന്നത്, ആ ഒരു മോഡലിൽ തയ്ക്കാനുള്ള സ്ഥിതി. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഒത്തിരി പാർട്ടി വെയറിൻ്റെ കാണിക്കാത്ത. അപ്പം ഇത് വന്നിട്ടൊരു സ്കേർട്ടും അതിൻ്റെ ടോപ്പ്. ഇത് ഹസ്നാത്താടെ എൻഗേജ്മെൻറ്റിന് ഞങ്ങൾ ഗേൾസ് കസിൻസൊക്കെ ഇട്ട ഡ്രസ്സാണിത്. ഇത് ടോപ്പ് കണ്ടോ, ചെറിയൊരു ഡിസൈനൊക്കെ വന്നിട്ടുള്ള ടോപ്പ്. പ്ലെയിൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ചെറുതായിട്ടൊരു ഡിസൈൻ ഉണ്ട്, നിങ്ങൾക്ക് കാണാതിരിക്കും. അതുപോലത്തെ ഒരു സ്കേർട്ടുമാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതിൻ്റെ ഷോളാണിത്. നെറ്റ് മാത്രം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നെറ്റ് മാത്രമുള്ള ഒരു ഷോള്. പിന്നെ വന്നിട്ട് ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ മറ്റേ ഒരു മേക്കപ്പിൽ വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പിൽ ഇട്ട ഡ്രസ്സ് ഇതായിരുന്നു. ഇതിൻ്റെ ഇടയിൽ പാൻ്റ് ഉണ്ട്. പാൻ്റ് എവിടെയാണെന്ന് എനിക്കറിയില്ല, എല്ലാം തപ്പി പിടിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പാൻ്റ് എടുത്തില്ല. ഇത് വന്നിട്ട് കൈ ഇങ്ങനത്തെ നെറ്റുള്ള കൈയാണ്. നെറ്റെന്ന് പറയാൻ പറ്റില്ല, ഒരുമാതിരി ഒരു തുണി, ഇങ്ങനത്തെ ഒരു തുണി. നെറ്റല്ല, വേറൊരു ടൈപ്പ് തുണി, ഒരു ആംഗിൾ ലെങ്ത്തിൻ്റെ അത്ര ഉള്ളൂ. ഇങ്ങനെ കിടക്കുന്ന ഒരു കുർത്തല്ലെന്തോ പറയും, ആ ഒരു ടൈപ്പ്. അതിൻ്റെ ഷോളാണിത്. നമ്മൾ അതിൻ്റെ സൈഡിലൂടെ ലൈസ് വെച്ച് കൊടുത്തേക്കാണ്, ഒരു ഗോൾഡൻ ലൈസ് കണ്ടോ. ഇങ്ങനെ ഇടുമ്പോൾ ഭംഗിയുണ്ടാവും. ഇങ്ങനെ ഇടാൻ നമുക്ക് വേണമെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം മുസ്ലിംസൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇടാം, അല്ലാത്തവർക്ക് നമുക്ക് ഇങ്ങനെ കൂടി സ്റ്റൈൽ ചെയ്യാം എന്നൊന്നും സെറ്റിൽ. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒത്തിരി ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. പിന്നെ വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ഡ്രസ് ഇത് വന്നിട്ട് ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ ഒരു സിനിമയിൽ സലീം കുമാർ ഇതിൽ നിന്ന് എണീറ്റ് വരില്ലേ, കരിയിലേന്ന് എണീറ്റ് വരില്ലേ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറ്. ഇതാണ് ഡ്രസ്സ്. ഈ ഡ്രസ്സിൻ്റെ ഒക്കെ ഞാനൊരു ഇത് കാണിക്കുന്നുണ്ട്. ഈ ഡ്രസ്സാണ് ഞാൻ ബർത്ത്ഡേക്ക് ഇട്ടത്. പക്ഷെ ഇത് ആദ്യമായിട്ട് ഞാൻ തയ്പ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാപ്പച്ചിയുടെ പെങ്ങളുണ്ട്, വാപ്പച്ചിയുടെ പെങ്ങളുണ്ട്. വാപ്പച്ചിയുടെ പെങ്ങളുടെ എൻ്റെ മാമിയുടെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഡ്രസ്സ് തയ്പ്പിക്കുന്നത്. അന്ന് ഞാൻ ഈ ഡ്രസ്സും ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ്, തിരിഞ്ഞിരിക്കുക. ഇതിൻ്റെ ഒരുപാട് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രിൻ്റുള്ള ബ്ലൗസാണ്, ഫുൾ കൈയാണ് പ്രിൻ്റുള്ള. നമ്മൾ കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വയർ കാണും, ആ ഒരു രീതിയിൽ. ഇതാണ് ബ്ലൗസ്. ഈ ബ്ലൗസും ഈ സ്കേർട്ടും ഓക്കെ. അതിൻ്റെ ഷോള് ഞാൻ അന്ന് ഇട്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടർബൻ ആക്കിയിട്ടായിരുന്നു ഇട്ടത്. അന്ന് നല്ല രസമായിരുന്നു കാണാൻ, ടർബൻ പോലെ ഇതിട്ടേക്കായിരുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ ഈ ഡ്രസ്സ് ഒരു സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് അതൊക്കെ കുറച്ചുകൂടി താല്പര്യമുള്ള കാര്യങ്ങളാണ്. അന്നേരം ഞാൻ ഇതിനൊക്കെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു. ഈ പാവാട ഞാൻ വേണേൽ ഒന്നുകൂടി കാണിച്ചു തരാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്കേർട്ട്. ഇപ്പം ഇതിൻ്റെ ട്രെൻഡ് ഇറങ്ങിപ്പോയി തോന്നുന്നു. എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ ഇത് കാണുന്നത് പിൻട്രസ്റ്റിലാണ്. ഗേൾസിനൊക്കെ അറിയായിരിക്കും, ഗേൾസൊക്കെ സ്വാഭാവികമായിട്ടും പിൻട്രസ്റ്റ് യൂസ് ചെയ്യുന്നവരായിരിക്കും. ഡ്രസ്സിൻ്റെ കളക്ഷൻ ആയിക്കോട്ടെ എന്തും കാണാൻ പിൻട്രസ്റ്റ് നോക്കുന്നവരായിരിക്കും. അപ്പം ഞാൻ പിൻട്രസ്റ്റിൽ ഈ ഡ്രസ്സ് കണ്ടു. പക്ഷെ അന്ന് ഞാൻ കണ്ടപ്പം അത് ഇതുപോലെ അല്ലായിരുന്നു, വേറൊരു ടൈപ്പിലായിരുന്നു. അപ്പം സെയിം അതുപോലത്തെ തന്നെ ഉമ്മച്ചി കണ്ടപ്പോൾ ഉമ്മച്ചിക്ക് അത് ഇഷ്ടമായി. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഡ്രസ്സ് തയ്പ്പിക്കുന്നത്. ഉമ്മച്ചി പറഞ്ഞിട്ടാണ് ഇത് തയ്ക്കാനുള്ളൊരു പ്ലാനിലേക്ക് വരുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഞാൻ സ്റ്റൈൽ ചെയ്തതും ആ വെഡ്ഡിങ്ങിന് എങ്ങനെയായിരുന്നു ഞാൻ ഒരുങ്ങിയതെന്നും ആ വെഡ്ഡിങ്ങിന് ഞാൻ ഈ ഡ്രസ്സ് എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തതെന്നും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ കയ്യിൽ. വേറെ രണ്ട് മൂന്ന് ഡ്രസ്സോടെ ഞാൻ കാണിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചായിരുന്നു രണ്ട് ഡ്രസ്സൊക്കെ.
അതല്ലാണ്ട് വേറെ 2-3 ഡ്രസ്സോടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഇതൊക്കെ എവിടെ പോയിന്ന് അറിയത്തില്ല, എല്ലാം തപ്പി പിടിക്കണം നമ്മൾ. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ഡ്രസ്സസ്. അയ്യോ 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 അയ്യോ. പാർട്ടി വെയറും കാഷ്വൽ വെയറും ഒക്കെ ആയിട്ട് എനിക്ക് ഇത്രയും ഡ്രസ്സസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഞാൻ എപ്പം നോട്ടിഫിക്കേഷൻസ് കിട്ടും. ശരി, അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ ഞാൻ എന്തോ പറയാൻ വന്നതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ കണ്ടവർ എനിക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ഉണ്ട്. നെക്സ്റ്റത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറക്കാണ്ട് കാണണം. ഞാൻ എങ്ങനെയാണ് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ, നമ്മുടെ അടുത്തുള്ള റിലേറ്റീവ്സിൻ്റെ ഒക്കെ കല്യാണത്തിന് പോകുമ്പം സെൽഫായിട്ട് സ്റ്റൈൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ഡ്രസ്സ് അതുപോലെ ആക്കാം. ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കുറച്ചുകൂടി ഒരു അടിപൊളി ലുക്ക് കിട്ടും, കുറച്ചുകൂടി അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൂടി കാണണം. ഈ വീഡിയോ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാണ്ട് ആ വീഡിയോ ഉടനെ പോസ്റ്റ് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.